ഇന്ന് നല്ലൊരു കിടുക്കാച്ചി ജ്യൂസിൻ്റെ റെസിപ്പി ആയല്ലോ. ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ജ്യൂസ് കൂടിയാണ്. ആർക്ക് വേണമെങ്കിലും കുടിക്കാം. അത്രയും ടേസ്റ്റിയുമാണ്, നല്ലൊരു ഫ്ലേവറുമുള്ള ജ്യൂസാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ജ്യൂസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യം കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പം നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം എടുക്കേണ്ടത് ഒരു മിക്സ്ഡ് ബ്ലെൻഡർ എടുക്കുക. അതിലേക്ക് ഒരു പീസ് ഇഞ്ചി ചതച്ചതിട്ടെടുക്കുക. 1 ഇഞ്ചിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി ചതച്ചതും, ഒരു 4-5 പനിക്കൂർക്കയുടെ ഇല കൊണ്ടാണ് ഇന്നത്തെ ജ്യൂസ്. അപ്പോൾ പനിക്കൂർക്കയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നാരങ്ങ നീരാണ്. ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കാം. 1-1.5 പീസോ ഉള്ള, കുറച്ച് പുളി കൂടുതൽ വേണമെങ്കിൽ 1.5 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു നുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് മധുരമാണ്. മധുരത്തിന് ഞാനിവിടെ ഷുഗർ അല്ല ചേർക്കുന്നത്, ഹണിയാണ്. ഷുഗർ വേണ്ടവർക്ക്, പഞ്ചസാര വേണ്ടവർക്ക് അതിട്ട് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂണോളം ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പനിക്കൂർക്ക വളരെയധികം ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചുമ, ജലദോഷം ഒക്കെ ഉണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റമാണ്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 1-1.5 കപ്പ് വെള്ളത്തോളം ഒഴിക്കുക. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. ഇതാ നന്നായി ജ്യൂസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് അരിച്ച് മാറ്റാം. അരിക്കാതെയും വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാം, പക്ഷെ നമ്മൾ തരിതരിപ്പൊന്നും ഇല്ലാതിരിക്കാനാണ് അരിച്ചെടുക്കുന്നത്. ഇത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ട്. ആ പനിക്കൂർക്കയുടെയൊക്കെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റ് ഉണ്ട്. പനിക്കൂർക്ക അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് പനിക്കൂർക്ക. കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. ഇതിനെ ഒരു സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഐസ് ക്യൂബ് ചേർക്കാം. ഞാൻ ഐസ് ക്യൂബ് ഇല്ലാതെ തന്നെയാണ് കുടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ജ്യൂസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം.